വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ 2-3 മീൻസ് ഓൾറെഡി സബ്ജക്ട്സ് കഴിഞ്ഞു. അപ്പോൾ ആ സബ്ജക്ട്സ് ഒക്കെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബയോളജി വരാൻ പോകുന്നേ ഉള്ളൂ, ബോട്ടണി ആൻഡ് സുവോളജി അല്ലേ. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ബോട്ടണി ആൻഡ് സുവോളജിന്റെ ആ ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എപ്പോഴും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ പറയും. ഇനി നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മുടെ മോഡൽ എക്സാം ആവട്ടെ, അതുപോലെ മെയിൻ എക്സാം ആവട്ടെ, ഇതിന്റെ ഇടയിൽ അതിന് മാത്രം ഗ്യാപ്പില്ല. നമുക്ക് അത്രയും ടോപ്പിക്സ് പഠിക്കാനുണ്ട് എല്ലാ സബ്ജക്ട്സിലും, റൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പീക്ക് ടൈമിൽ നമ്മൾ എപ്പോഴും ഈ ഒരു സബ്ജക്റ്റിൽ അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സമയം ലാഭിക്കാനും പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പെട്ടെന്ന് കവർ ചെയ്യാനും റിവൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്ട് വൈസ് അല്ലെങ്കിൽ ചാപ്റ്റർ വൈസ് ഓരോന്നിന്റെ വെയിറ്റേജ് നോക്കി തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അധികം സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ബോട്ടണിന്റെ +2 ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ വെയിറ്റേജ് നമുക്ക് നോക്കാം. അപ്പോൾ ബോട്ടണിയിൽ നമുക്കറിയാം +2 ആകെ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഈ 5 ചാപ്റ്റേഴ്സും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, റൈറ്റ്. അപ്പോൾ അതിൽ എല്ലാത്തിൻ്റെയും വെയിറ്റേജ് ഒരുപോലെ തന്നെയാണ്. നമുക്ക് ഇതിൽ ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലെന്നാണ് മിസ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്റേഴ്സിലെ 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഒരേപോലെ തന്നെ പഠിച്ചു പോകേണ്ട ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, അതുപോലെ എക്കോസിസ്റ്റം. ഈ 2 ചാപ്റ്റേഴ്സ് വെരി സിമ്പിൾ ആണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. അതിലും നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 6 മാർക്കാണ്. 2-ൽ നിന്നും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു 5 മാർക്ക്, അതുപോലെ 4 to 5 ഒക്കെ ചിലപ്പോൾ വരാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. ഓക്കെ, ചിലപ്പം ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ നിന്ന് ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് ചോദിക്കാം. ചിലപ്പോൾ എന്താണ് തിരിച്ച് എക്കോസിസ്റ്റത്തിൽ നിന്ന് അങ്ങനെ ചോദിക്കാം. 1 മാർക്കിൽ 2 മാർക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്തുനിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ അങ്ങനെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ടോപ്പിക്സ് ഒന്നുമില്ല. ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട്, പക്ഷെ അല്ലാത്ത ഭാഗത്ത് നിന്ന് എന്താണ് എല്ലാം തന്നെ നിങ്ങൾ പഠിക്കാനുള്ള പാർട്ടിൽ നിന്ന് എല്ലാം തന്നെ നിങ്ങൾ പഠിക്കണം എന്നാണ് മിസ് പറയുന്നത് അല്ലേ. അതിൻ്റെ അകത്തുനിന്നൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത്രയും മാർക്ക് എന്താണ് ഈ 2 ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ 12 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പകുതി മാർക്കായി അല്ലേ. ഇനി നമ്മുടെ ചാപ്റ്റർ ആണ് ബയോടെക്നോളജിന്റെ 1 and 2 അല്ലേ. ബയോടെക്നോളജി 1 and 2 നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സസ് ഫസ്റ്റ് പഠിച്ചിട്ട് പിന്നെയാണ് നിങ്ങൾ അതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പോയി ആപ്ലിക്കേഷൻ പഠിക്കരുത്. ആ ഒരു കണ്ടിന്യൂറ്റി പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ആ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പ്രിൻസിപ്പൽ ആൻഡ് പ്രോസസ്സ് പഠിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ആപ്ലിക്കേഷൻ പഠിക്കുക. 2-ൽ നിന്നും സ്കോർ വെയിറ്റേജ് സെയിം തന്നെയാണ്. വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്ക് തന്നെയാണ്. ഓക്കെ, അതും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറി വരാം. അതായത് പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ചിലപ്പോൾ ഒരു 7 മാർക്ക് 8 മാർക്കിന് ചോദിക്കുക. ആ സമയത്ത് എന്താണ് ഇവിടെ ഒരു 4 മാർക്ക് 5 മാർക്കിനാവും. അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1 മാർക്കിന് ചിലപ്പോൾ മാറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് എന്താണ് 6 മാർക്കിന് തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു വെയിറ്റേജ് നോക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് മാത്രമാണ് ബോട്ടണിയിൽ +2 പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ മാർക്ക് ഒന്നും കളയാതിരിക്കാൻ അല്ലെങ്കിൽ മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞ 5 ചാപ്റ്റേഴ്സും. അത് ചിലപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചിലർക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരു ചാപ്റ്റർ ആയി അല്ലെ, കുറച്ചും കൂടെ പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സസ് ബയോടെക്നോളജി, അതിലും കുറച്ച് പഠിക്കാനുണ്ടോ. ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു നോക്കി പോയാൽ തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ഈ 2 ചാപ്റ്റേഴ്സ് പ്രത്യേകിച്ച് എന്താണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ബോട്ടണിക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു A+ അല്ലെ A ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റും +2. ഇനി +1 മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത് നമുക്കൊന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു +2 നന്നായിട്ട് ബോട്ടണി പഠിച്ചാൽ മതി. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. +1 കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ +2 കമ്പാരിറ്റീവ്ലി ബോട്ടണി ഇസ് വെരി വെരി ഈസി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും അതിൽ മാർക്ക് കളയരുതെന്നാണ് മിസ് പറയുന്നത്. ഇനി നമ്മുടെ +2 സുവോളജി ആണ്. ബോട്ടണി വെച്ച് നോക്കുമ്പോൾ സുവോളജിയിലാണ് കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 3 മാർക്കിനാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. പിന്നെ വരുന്നത് എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. അതും 3 മാർക്കാണ്. ഈ 2 ചാപ്റ്ററും നിങ്ങൾ മാക്സിമം ഒരുമിച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഒരു ഓർഡർ ഉണ്ടാവില്ല, ഇന്ന ചാപ്റ്റർ ആദ്യം പഠിച്ചു. അപ്പൊ ആ ഒരു ഓർഡറിൽ ഈ 2 ചാപ്റ്റേഴ്സ് എന്താണ് നിങ്ങൾ ഒരുമിച്ച് തന്നെ പഠിക്കുക. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ, നമ്മുടെ ജെനറ്റിക്സിന്റെ ഒരു ചാപ്റ്റർ ആണ് അല്ലേ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടുത്തെ
ആ ഒരു പെർട്ടിക്കുലർ സ്കോർ നിങ്ങൾ നോക്കിയ 5 മാർക്കിനാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ചാപ്റ്റർ ആണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ 2 ചാപ്റ്ററും ഇതേപോലെ നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഈ 2 ചാപ്റ്ററിൽ നിന്നും അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് +2. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് 6 മാർക്ക് വരെ നിങ്ങളോട് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ഏതാണ്? നമ്മുടെ എവല്യൂഷൻ ആണ്. എവല്യൂഷനിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് അതിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നിങ്ങൾ ഇനിയിപ്പോൾ അധികം ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് ലാസ്റ്റ് പഠിക്കാൻ വെക്കുക. അതിൽ നിന്ന് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്കോർ എന്ന് പറയുന്നത് 2 മാർക്സും ആണ്. ആൻഡ് ദെൻ വി ഹാവ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ 2 ചാപ്റ്റേഴ്സും അതേപോലെ എളുപ്പമുള്ളതാണ്. അതിൽ നിന്ന് 3 മാർക്ക് വരെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 2 ചാപ്റ്റർ എന്താണ് നിങ്ങൾ ലാസ്റ്റ് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഫസ്റ്റ് പഠിക്കേണ്ട ഏതാണ്? നമ്മുടെ 3rd ചാപ്റ്റർ ആൻഡ് 4th ചാപ്റ്റർ ആണ്. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ടു ചാപ്റ്റേഴ്സ് പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് നമ്മുടെ എവല്യൂഷനും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസും ആണ്. അത് പഠിച്ചതിന് ശേഷം എന്താണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആ 2 ചാപ്റ്റേഴ്സും പഠിക്കുക. ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ 7th ആൻഡ് 8th ചാപ്റ്റർ. അത് ലാസ്റ്റിലേക്ക് പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു വെയിറ്റേജ് നോക്കി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ കൂടുതൽ വാങ്ങിക്കാൻ പറ്റും. ചിലപ്പോൾ എന്താണ് നമ്മൾ ഈ വെയിറ്റേജ് അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചിലപ്പോൾ കൂടുതൽ ഇരുന്ന് പഠിക്കും. പിന്നെ അതുപോലെ എവല്യൂഷൻ ചിലപ്പോൾ കൂടുതൽ ഇരുന്ന് പഠിക്കും. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന എവിടെ നിന്നാണ്? നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ആൻഡ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. അത് നിങ്ങൾ ചിലപ്പോൾ പിന്നീടായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മിസ് പറയുന്നത് സ്കോർ വെയിറ്റേജ് ഏത് സബ്ജക്ട് എടുത്താലും, ഇപ്പം ബയോളജി മാത്രമല്ല മിസ് പറയുന്നത്, ഏത് സബ്ജക്ട് എടുത്താലും മോഡൽ എക്സാം ചിലതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ബട്ട് നോ വറീസ്, നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്കോർ എങ്ങനെയാണോ ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ PYQs ഈ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം എന്താണ് സോൾവ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ തകർത്തെഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഇനിയും കാണാം. സോ താങ്ക് യു, ബൈ ബൈ.